ഹായ് അസ്സാം വലൈക്കും. ലൈഫ് ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്ന് വന്നിട്ടുള്ളത് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്തിപ്പുളി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്തെല്ലാം നോക്കിയാലോ. ഒരു മിക്സി ജാർ എടുക്കുക, ചെറിയ കഷ്ണം ഇഞ്ചി, 10-20 ചെറിയ ഉള്ളി, സവാള കൂട്ടെടുത്തിട്ട് ചെറിയ ഉള്ളി തന്നെ വേണം. പിന്നെ 2-3 വലിയ വെളുത്തുള്ളി, അതിൻ്റെ 4-5 വെളുത്തുള്ളി അല്ലിയിട്ടിക്കണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി വേണം. അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായ പൊടികളൊക്കെ ഇതിൽ തന്നെ മിക്സിയിൽ അടിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് ഒരു ചെറിയ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിതിൽ മിക്സി ജാറിൽ നല്ല മഷി പോലെ അടിച്ചെടുക്കട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട. നല്ല മഷി പോലെ അടിച്ചെടുത്ത് അതുപോലെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടിക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഉലുവയും വലിയ ജീരകല്ലേ അതും ഇട്ട് ആദ്യം വലിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അടിച്ചു വെച്ച കൂട്ടില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറണ വരെയൊക്കെ അത് വഴറ്റിയെടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് 2-3 പച്ചമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എരിവ് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് പച്ചമുളക് കൂട്ടിക്കൊടുക്കുക കേട്ടോ. എരിവ് ഇതിൽ കുറച്ച് മുന്തി നിൽക്കും. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് അത് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അത് മൂടിയൊക്കെ തുറന്ന് വന്നപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് രാത്രിയാണ് ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസത്തെ രാവിലേക്ക് തലേന്ന് രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അടിപൊളിയൊക്കെ വരും. നമ്മൾ മീൻകറിയൊക്കെ രാത്രി ഉണ്ടാക്കി രാവിലെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി ഉടൻ വരിക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.